മരണവുമായി കുരിശിന് അഗാധമായൊരു ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് പ്രിയപ്പെട്ടവരുടെ മരണം എന്നെ വന്ന് തൊട്ടപ്പോഴാണ്. അത്രമേൽ സ്നേഹത്തോടെ ജീവിതത്തോട് തൊട്ടുനിന്ന ഒരു ചേട്ടായി കടന്നുപോയപ്പോഴാണ് മരണം എന്നെ ആദ്യമായി സങ്കടപ്പെടുത്തിയത്. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ട എൻ്റെ ഒരു ആൻറ്റി കടന്നുപോയപ്പോൾ ഈ രണ്ടു മരണങ്ങൾക്കിടയിൽ എന്തുമാത്രം മരണങ്ങൾ ഞാൻ കണ്ടു, കേട്ടു, മൃതസംസ്കാരങ്ങൾ നടത്തി. എവിടെ സെമിത്തേരി കണ്ടാലും ഓർമ്മകൾ എൻ്റെ ചെറുപ്പകാലത്തെ സെമിത്തേരിയിലേക്ക് യാത്രയാകും. പൊടുന്നനെ കുരിശുകൾ, തളിർത്തു നിൽക്കുന്ന കുരിശുകൾ ഓർമ്മയിലെത്തും. കാലം പതുക്കെ പറഞ്ഞു തന്നു, കുരിശ് ക്രിസ്തുവിൻ്റേതാണ്, കുരിശ് ക്രിസ്തുവാണ്, അത് തളിർക്കേണ്ടത് എന്നിലാണ്. മരണത്തിൻ്റെ ശൂന്യതയ്ക്ക് കുരിശൊരു അടയാളമായി നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ മരണമൊരു ശൂന്യതയല്ല, നമുക്ക് അതൊരു തുടക്കമാണ്. ക്രൂശിതൻ്റെ കൂടെയുള്ള യാത്ര, ഉത്ഥിതനിലേക്കുള്ള യാത്ര. 2023 ഏറെ ശ്രദ്ധ നേടിയ ഒരു ചലച്ചിത്രമാണ് അനാട്ടമി ഓഫ് എ ഫോൾ. നിരവധി അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ നേടിയ ഈ ചിത്രം ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. സാധിക്കുമെങ്കിൽ ഈ നോമ്പുകാലത്ത് കാണാൻ പറ്റിയൊരു സിനിമ. എഴുത്തുകാരിയായ സാന്ദ്ര ഭർത്താവിനും മകനുമൊപ്പം ഫ്രാൻസിലെ മഞ്ഞു പ്രദേശങ്ങളിലൊന്നായ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഭർത്താവായ സാമുവലും ഒരു എഴുത്തുകാരനാണ്. എന്നാൽ അയാളിപ്പോൾ സർഗശേഷിയൊക്കെ നശിച്ച അവസ്ഥയിലാണ്. അവരുടെ മകനായ ഡാനിയേലിന് 4-ാം വയസ്സിലുണ്ടായ ഒരു അപകടത്തിൽ കാഴ്ചശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിലുമാണ്. ഈ 3 പേരുടെ ഇടയിലേക്ക് ഒരു മരണം കടന്നു വരുന്നതാണ് ഈ സിനിമ. സിനിമ തുടങ്ങുമ്പോൾ സാന്ദ്രയെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു ചെറുപ്പക്കാരി റിപ്പോർട്ടർ എത്തുകയും ആ സംഭാഷണത്തിന് ഇടയ്ക്ക് അവരുടെ ഭർത്താവ് ഉച്ചത്തിൽ സംഗീതം വയ്ക്കുകയും ഇൻ്റർവ്യൂ അത് തടസ്സപ്പെടുകയും ചെയ്യുന്നു. അരോചകമായി അനുഭവപ്പെടുന്ന ഉച്ചത്തിലുള്ള ആ സംഗീതം ഇൻ്റർവ്യൂ തുടരാൻ പറ്റാത്ത ആ സാഹചര്യത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ യുവതിയായ റിപ്പോർട്ടർ മടങ്ങുകയാണ്. ആ ഇൻ്റർവ്യൂ അലങ്കോലമായതിൽ സാന്ദ്രയ്ക്ക് സാമുവലിനോട് അനിഷ്ടം തോന്നുന്നുണ്ട്. ഭർത്താവ് സാമുവൽ പണി ചെയ്യുന്ന ആ മുകളിലേക്ക് അവൾ കയറിപ്പോകുന്നു. അയാൾ അവിടെ എന്തോ മരപ്പണികളിലാണ്. ആ സമയത്ത് മകനായ ഡാനിയേൽ തൻ്റെ നായയുമായി മഞ്ഞിലേക്ക് നടക്കാനിറങ്ങുന്നു. അന്ധനായ അവനെ നായയാണ് നിയന്ത്രിക്കുന്നത്. നടത്തം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സാമുവൽ മുകളിൽ നിന്നും വീണ് തല തകർന്നു മരിച്ചു കിടക്കുന്നത് നായയാണ് ആദ്യം തിരിച്ചറിയുന്നത്. ഡാനിയേൽ കൈകൊണ്ട് തൊട്ടുനോക്കി. അത് അച്ഛനാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവൻ അമ്മയെ വിളിക്കുന്നു. അവർ പുറത്തു വന്ന് ആംബുലൻസ് വിളിച്ചെങ്കിലും സാമുവൽ അപ്പോഴേക്കും മരിച്ചിരുന്നു. സാഹചര്യ തെളിവുകളെല്ലാം സാന്ദ്രയ്ക്ക് എതിരാകുന്നു. കോടതിയും പോലീസും അവളുടെ എതിർപക്ഷം നിൽക്കുന്നു. ആ മരണത്തെക്കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങളും ആ മരണം നടന്നതിൻ്റെ കാരണങ്ങൾ തിരയുന്നതുമാണ് ഈ സിനിമ. ഒരു കോർട്ട് റൂം ത്രില്ലർ ഡ്രാമയായി ചിത്രം വികസിക്കുന്നുണ്ട്. ഈ ചിത്രം അവസാനിക്കുന്നിടത്ത് നിന്ന് മറ്റൊരു സിനിമ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന തിരക്കഥ രചനയാണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത. പുറകോട്ട് തിരിയുമ്പോൾ കുറേ അധികം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നമുക്കുണ്ടാവും. ഒരു മരണം എന്തൊക്കെ നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്? ഒരു മരണത്തിൽ നിന്ന് എന്തൊക്കെയാണ് പുതിയതായി ആരംഭിക്കുന്നത്? മരണത്തെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ വേർഷനുകളാണ് ഈ സിനിമ. ഇതിൽ സാന്ദ്ര ഒളിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. മകനായ ഡാനിയേൽ പറഞ്ഞ ചില കള്ളങ്ങളുണ്ട്. മരണപ്പെട്ട സാമുവൽ സാന്ദ്ര എന്ന എഴുത്തുകാരിയെ ഇല്ലായ്മ നടത്താനായി നടത്തിയ ചില പ്ലാനിങ്ങുകളുണ്ട്. ഒരു മരണത്തെ വ്യത്യസ്തമായ വെട്ടിമുറിക്കുകയാണ് അനാട്ടമി ഓഫ് എ ഫോൾ എന്ന സിനിമ. ഈ നോമ്പിൽ നമുക്ക് പരിശോധിക്കാനും ഒരു മരണമുണ്ട്. ഈ സിനിമ നമുക്ക് മുമ്പിലും ഒരു മരണം ഓർമ്മിപ്പിക്കുന്നു. ആ മരണത്തിലേക്കുള്ള കുരിശിൻ്റെ വഴിയിലാണ് നമ്മൾ. ഓർത്തെടുക്കാനും ധ്യാനിക്കാനും ആ മരണം ഒരു കടലോളം കാരണങ്ങൾ ഒരുക്കുന്നു. ആർക്കു വേണ്ടി മരിച്ചു, എന്തിനു വേണ്ടി മരിച്ചു എന്നതിനൊക്കെ ആ മരണത്തിലേക്കൊന്ന് ഹൃദയം കൊണ്ട് നോക്കിയാൽ ഉത്തരങ്ങൾ കിട്ടും. ആ മരണം അവശേഷിക്കുന്ന കുരിശ് എനിക്ക് വേണ്ടി മല കയറിയതാണ് എന്ന ബോധ്യം അല്പം കൂടി അവനിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള അവസരങ്ങളൊരുക്കും. 1000 ഓർമ്മകളുടെ താഴ്വരയിലാണ് നമ്മൾ ഈ നോമ്പുകാലത്ത്. ഓർത്തെടുക്കാൻ മാത്രം ആഴമുള്ള ഒത്തിരി ഓർമ്മകൾ നമുക്കുണ്ട്. ക്രിസ്തു അത്രമേൽ ആഴത്തിൽ പതിഞ്ഞതിൻ്റെ ഓർമ്മകൾ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാമായ ഒരാൾ, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരാൾ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞ ഒരാൾ, പരിചിതനായ കൂട്ടുകാരനെ പോലെ ഒരാൾ,
സഹിച്ചു മരിച്ച് ഉയർത്ത് നമ്മുടെ കൂട്ടിനുള്ള ഒരാൾ, അയാളെക്കുറിച്ചല്ലാതെ ഈ നോമ്പിൻ്റെ തുടക്കത്തിൽ മറ്റാരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനുണ്ട്? ഇടയ്ക്കൊക്കെ പതറിപ്പോകുമ്പോഴും വഴുതി പോകുമ്പോഴും കൂടെയുണ്ടെന്നുള്ള ആ ഓർമ്മപ്പെടുത്തൽ ഒരു ബലമാണ്. കുരിശിൻ്റെ ധ്യാനത്തിനപ്പുറം മറ്റൊന്നും ഈ വേളയിൽ ചേർത്ത് വയ്ക്കാനാകുന്നില്ല. കുരിശിൽ കൈകൾ വിരിച്ച് വാടിത്തളർന്നു നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഈ നോമ്പ് നമുക്ക് ആരംഭിക്കാൻ സാധിക്കട്ടെ. അവൻ്റെ മരണത്തെയും ആ കുരിശിനെയും അല്പം കൂടി ആഴത്തിൽ ഒരു പഠന വിഷയമാക്കാം, ധ്യാനമാക്കാം. നമുക്കിതിന് മറ്റൊരു പേര് വിളിക്കാം: അനാട്ടമി ഓഫ് എ ഡെത്ത്.